ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്കും നിങ്ങൾക്കും നാമൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രത്യാഘാതമാണ് ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഹൗ ടു കൺട്രോൾ അവർ തോട്ട്സ്. നമുക്കെങ്ങനെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാം? മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ സ്വന്തം മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്താ? ഒരു ദിവസം ഒരു ദിവസം മനുഷ്യന് 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ 36,000 മുതൽ 60,000-ഓളം ചിന്തകൾ ഒരു ദിവസം മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ 36,000 മുതൽ 60,000 ചിന്തകളിൽ 95% ചിന്തകളും നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ്സ് ആണ്, നെഗറ്റീവ് തോട്ടാണ്. ഈ 95% ചിന്തകളിൽ തന്നെ 80%വും റിപ്പീറ്റഡ് തോട്ട്സ് ആണ്, ആവർത്തിക്കുന്ന ചിന്തകൾ. ബാക്കി 5%മേ പോസിറ്റീവ് ചിന്തകളുള്ളൂ, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ചിന്തകളുള്ളൂ. എന്തുകൊണ്ടാണ് 95% ചിന്തകളും മനുഷ്യ മനസ്സിൽ നിറയുന്നത്? 95% ചിന്തകളും നെഗറ്റീവ് ആവുന്നത് എന്തുകൊണ്ടാണ്? 95% ചിന്തകളിൽ 80% റിപ്പീറ്റഡ് ആവുന്നത്. നമുക്ക് നോക്കാം. നാം 24 മണിക്കൂറിൽ കൂടിപ്പോയാൽ മിനിമം ഒരു 7-8 അല്ലെന്നുണ്ടെങ്കിൽ 6-7 മണിക്കൂർ ഉറങ്ങുന്നവരാണ്. അപ്പോൾ 24 - 7 or 6 = 18 കിട്ടും. ഈ 18 മണിക്കൂർ നമുക്കുണ്ട്. ഈ 18 മണിക്കൂർ നമ്മുടെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ചിന്തകൾ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ 95% ചിന്തകൾ വരുന്നത് പലതരം ന്യൂസ് പേപ്പറുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വീഡിയോസുകളിലൂടെയും പല ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സുകളിലൂടെയും ഒക്കെയാണ്. പലതരം സാഹചര്യങ്ങളിലൂടെയാണ് ഇത്തരം ചിന്തകൾ വരുന്നത്. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാം. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 മനസ്സുണ്ട്, ബോധ മനസ്സും ഉപബോധ മനസ്സും. പിന്നെ അബോധ മനസ്സുണ്ട്, അൺകോൺഷ്യസ് മൈൻഡ്, അത് വേറെ. ഈ ബോധ മനസ്സ് 10%, ഉപബോധ മനസ്സ് 90% മനുഷ്യനിലുണ്ട്. മനുഷ്യ മനസ്സിന്റെ 90% ഉപബോധ മനസ്സും 10% ബോധ മനസ്സുമാണ്. ഈ 10% ബോധ മനസ്സുകൊണ്ടാണ് 90% ഉപബോധ മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 10% ബോധ മനസ്സെന്ന് പറഞ്ഞാൽ നാം ഉണരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ബോധം ഉണ്ടാവുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ബോധ മനസ്സ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബോധ മനസ്സിലൂടെയാണ്, നിങ്ങൾ കേൾക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ്, അപ്പോൾ ബോധ മനസ്സിലൂടെയാണ്. ഇത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനും പറ്റും, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതവിടെ പതിഞ്ഞിരിക്കും. അതാണ് ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ. അത് വേറെ കാറ്റഗറിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ചിന്തകൾ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 3 ടിപ്സ് പറഞ്ഞുതരാം ചിന്തകൾ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ദുരന്തമാണ് ഈ ചിന്തകൾ കടന്നു വരിക എന്നുള്ളത്. നാം 24 മണിക്കൂറിൽ ബാലൻസ് ഉള്ള 18 മണിക്കൂർ, ആ 18 മണിക്കൂർ നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയും? ഈ ചിന്തകൾ കടന്നു വന്നതുകൊണ്ട്. കാരണം ചിന്തകളിലൂടെയാണ് നാം ഒരു പ്രവൃത്തി തുടങ്ങുന്നത്. ചിന്തകളിലൂടെയാണ് ഏത് പ്രവൃത്തിയും തുടങ്ങുന്നത്. നമുക്ക് ആവശ്യമുള്ള പ്രവൃത്തിയാവട്ടെ, ആവശ്യമില്ലാത്ത പ്രവൃത്തിയാവട്ടെ. അപ്പൊ ആവശ്യമില്ലാത്ത ചിന്ത വരുന്നത് കൊണ്ടാണ് ആവശ്യമില്ലാത്ത പ്രവൃത്തി വരുന്നത്. അതുകൊണ്ടാണ് അത്രയും സമയം അവിടെ വേസ്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ആ സമയം നമുക്ക് വേസ്റ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചിന്തകളാണ് നാം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ അനാവശ്യ ചിന്തകൾ വരുന്നത്, എങ്ങനെ അതിനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് 3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. 3 ടിപ്സ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആദ്യം ഉള്ള ഒരു പ്രധാനപ്പെട്ട വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഒരു ദിവസം 24 മണിക്കൂറിൽ 6 മണിക്കൂർ ഉറങ്ങുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു. ബാക്കി 18 മണിക്കൂറിൽ അന്ന് ആ 18 മണിക്കൂർ ഞാൻ എന്തെല്ലാം ചെയ്യും എന്നുള്ള ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് 1 മണിക്കൂർ ഇങ്ങോട്ട് എടുക്കുക. ഒരു ഉദാഹരണത്തിന് ഞാനൊരു സമയം പറയാം. ഇപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റാൽ 5 മണി മുതൽ 6 മണി വരെ ഞാൻ എന്തെല്ലാം ചെയ്യും,
ആ 5 മണി മുതൽ 6 മണി വരെ ചെയ്തത് ആ ഒരു മണിക്കൂറിൽ തന്നെ അവസാനം ഇപ്പോൾ 5 മണി മുതൽ 6 മണി വരെ ചെയ്താൽ 6 മണി ടു 6:05 വരെ എന്ത് ചെയ്യുക, ആ 5 മിനിറ്റ് എടുക്കുക. 6 മണി മുതൽ 6:05 വരെയുള്ള സമയത്ത് ഞാൻ ഈ ഒരു മണിക്കൂറിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പ്രവർത്തിച്ചു, എന്തെല്ലാം ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു, ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അടുത്ത മണിക്കൂറിൽ എനിക്ക് എന്തെല്ലാം ചേഞ്ച് വരുത്താൻ പറ്റും, അടുത്ത മണിക്കൂറിൽ ഞാൻ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എൻ്റെ വർക്കിന് വേണ്ടി എങ്ങനെ എഫക്റ്റ് ചെയ്യണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അടുത്ത മണിക്കൂറും പ്രവർത്തിക്കുക. ഇങ്ങനെ നിരന്തരം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഒരു 3 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് 2 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾക്ക് വലിയൊരു ഹ്യൂജ് റിസൾട്ട്, വലിയൊരു റിസൾട്ട് തന്നെ ഇത് പ്രകാരം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു 5 അല്ലെങ്കിൽ 3, അതിന് കഴിയില്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും നിങ്ങൾ എന്താണ് ചിന്തിച്ചത്, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, അടുത്ത മണിക്കൂറിൽ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു 2 മിനിറ്റെങ്കിലും മാറ്റി വെക്കുക. ഓക്കെ, അതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. കാരണം ഇത് നമ്മൾ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ, ഏതൊരു കാര്യവും 21 മുതൽ 40 ദിവസം വരെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശീലമാകും. മാക്സിമം ശീലമാകണമെങ്കിൽ 40 ദിവസം വരെ പോകും. 21 ദിവസം മുതൽ ശീലമായി തുടങ്ങും എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പോൾ 90 ദിവസമായി കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വഭാവമായിട്ട് മാറും. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാം, ഈ കുട്ടികളെ സംബന്ധിച്ച്, ചെറിയ കുട്ടികളെ എടുത്ത് നോക്കിയാൽ അവർ ആദ്യമായിട്ട് പല്ല് തേക്കുന്ന കാലത്ത് അവർക്ക് പല്ല് തേക്കാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം എന്താ, പല്ല് തേക്കുന്ന രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിസ്ക് ഉള്ള പരിപാടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്കത് ശീലമായി തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് റിസ്ക് ആയിരിക്കും. ഏതൊരു മാറ്റവും അസ്വസ്ഥത ഉണ്ടാക്കും. നമുക്കൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ നല്ല അസ്വസ്ഥത ഉണ്ടാകും. അത് തുടർച്ചയായിട്ട് അത് ശീലമാക്കി 21 ദിവസം അറ്റ്ലീസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശീലമാകും. പിന്നെ അത്ര റിസ്ക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ 90 ദിവസം കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് മാറും. പിന്നെ അവർ കൂളായിട്ട് ചെയ്തോളും. അതുകൊണ്ടാണ് വിജയിച്ച ആളുകൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അവരത് നിരന്തരം റിസ്ക് എടുത്ത് ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രവർത്തിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും എല്ലാം പറ്റുന്ന ബാധകമാകുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ടിപ്പ് എന്ന് വെച്ചാൽ, ഒരു മണിക്കൂറിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക. അറ്റ്ലീസ്റ്റ് 2 മിനിറ്റെങ്കിലും മാറ്റി വെക്കുക. എന്നിട്ട് എന്താണ് ഞാൻ ഈ സമയത്ത് ചിന്തിച്ചത്, എന്താണ് ഞാൻ ഈ സമയത്ത് പ്രവർത്തിച്ചത്, അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അടുത്ത മണിക്കൂറിന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് അടുത്ത മണിക്കൂർ എങ്ങനെ വർക്ക് ചെയ്യുന്നതിന് ധാരണ ഉണ്ടാക്കി വെക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ നിങ്ങൾ മനസ്സിലേക്ക് ഇത്തരം ചിന്തകൾ കടന്നു വരുമ്പോൾ അതിനെ എന്തെങ്കിലും പേരിട്ട് വിളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ചിന്തകൾ എന്ത് ചെയ്യുക, ഒരു അനാവശ്യമായിട്ട് പേരിട്ട് വിളിക്കുക. എടാ, ആ ചിന്ത വരുന്നുണ്ട്, ഇതെനിക്ക് വേണ്ടാത്ത ചിന്തയാണ്, ഇത് വന്നിട്ടൊരു കാര്യമില്ല, ഞാൻ ഈ വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നില്ല, ഞാൻ പ്രവർത്തിക്കാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുമല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ, ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് പറയാം. സ്വയം മനസ്സിനോട് പറയാം. എന്നിട്ട് അതിനെ നിങ്ങളുടെ ചിന്ത കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുവിലേക്കോ എന്തെങ്കിലും ഒരു പൂവിലേക്കോ നോക്കിയിട്ട് ആ പൂവിൻ്റെ ഇതെല്ലാം എണ്ണാൻ ശ്രമിക്കുക. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. പൂവിൻ്റെ ഇതിൽ എണ്ണാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഇതിലെത്ര പൂവുണ്ട്, ഇതിലെത്ര ഇതളുണ്ട്, ഈ ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് മനസ്സിൽ വേറൊരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആ നെഗറ്റീവ് ചിന്ത അവിടെ നിന്ന് പോയിക്കോളും. അതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പോസിറ്റീവ് ന്യൂസ് വായിക്കുക, പോസിറ്റീവ് പുസ്തകങ്ങൾ വായിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വായിക്കുന്നത് നെഗറ്റീവ് ന്യൂസാണ്. രാവിലെ എണീറ്റ പത്രം വായിക്കുന്നു, അനാവശ്യമായ ന്യൂസ് വായിക്കുന്നു, ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് കയറ്റി വെക്കുന്നു. ഏതെങ്കിലും താരത്തിൻ്റെ തളർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് തളരുകയാണ്. പിന്നെ നാളെ എന്തായിരിക്കും, മറ്റന്നാളെ എന്തായിരിക്കും, അങ്ങനെയൊക്കെ നമ്മുടെ സമയം അത് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് പുസ്തകങ്ങൾ വായിക്കുക. ഒരുപാട് പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. ആ പുസ്തകങ്ങൾ വായിക്കുക. ആ പുസ്തകങ്ങളിലുള്ള ഓരോ വാക്കിനെയും അന്വേഷണത്വര ഉണ്ടാക്കിയെടുക്കുക. ഒരു വാക്കാണ് കാണുമ്പോൾ ഈ വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, ഈ വാക്കിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാനുണ്ട്, ഈ വാക്ക് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, ഇതിനെക്കുറിച്ചൊരു അന്വേഷണത്വര. മനുഷ്യൻ്റെ ഒരു മൗലിക അവകാശം തന്നെയാണ് അന്വേഷണത്വര എന്ന് പറയുന്നത്. അന്വേഷിക്കാം മനുഷ്യനെ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാക്കാനുണ്ട് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആമയും മുയലും പന്തയം നടത്തിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പന്തയം നടത്തിയ ആമ വിജയിച്ചു. കാരണം എന്ത്? കാരണമൊക്കെ നമുക്കറിയാം. കാരണം എന്താ, മുയൽ കിടന്നുറങ്ങി. എന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ രീതിയിൽ ഇങ്ങനെ അന്വേഷിച്ച് ചിന്തിക്കുക. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല. കാരണം ഒഴിവ് സമയത്താണ് നെഗറ്റീവ് ചിന്തകൾ കൂടുതൽ കടന്നു വരുന്നത്. പ്രവാചകൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്,
മനുഷ്യനെ നശിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ് ഒഴിവ് സമയവും സമ്പത്തും എന്ന് പറയുന്നത്. അപ്പോൾ ഒഴിവ് സമയം നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കണം. ആ ബിസി ആവണില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ചിന്തകൾ, പോസിറ്റീവ് പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകങ്ങളിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ആ വാക്കിനെ കുറിച്ച് അന്വേഷിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കിട്ടും. അത്തരം വീഡിയോസ് കാണാം. അപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ ചിന്തകൾ അംഗീകരിക്കുക. എന്നാൽ ചിന്ത ഒരു മണിക്കൂറിൽ ഞാൻ എന്തെല്ലാം ചിന്തിച്ചു എന്നതിൽ കണ്ടെത്തുക. എന്നാൽ അടുത്ത മണിക്കൂറിന് വേണ്ടി തയ്യാറാവുക. അടുത്ത മണിക്കൂർ പ്രവർത്തിക്കേണ്ട പ്രവൃത്തി ഏതാ നോക്കിയിട്ട് അതിനു വേണ്ടി എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം തയ്യാറാവുക. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിന്തകൾ എന്തെങ്കിലും പേരിട്ട് വിളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ പൂവിൻ്റെ ഇതളെണ്ണാൻ ശ്രമിക്കുക. പിന്നെ മനസ്സിലാണെങ്കിൽ ഇത്തരം ചിന്തകൾ കടന്നു വരുമ്പോൾ ക്യാൻസൽ എന്നങ്ങനെ എന്തെങ്കിലും പറയാം. നോ ഇതെനിക്ക് വേണ്ടാത്തതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ട് വിളിക്കുക. അങ്ങനെ ആ ചിന്തകൾ വരുമ്പോൾ അങ്ങനെ പറയാം. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരുപാട് പോസിറ്റീവ് പുസ്തകങ്ങൾ വായിക്കുക, ഒരുപാട് മോട്ടിവേഷൻ പുസ്തകങ്ങൾ വായിക്കുക, വീഡിയോസ് കാണുക. ഇതൊക്കെ തന്നെയാണ്. ഏതായാലും താങ്ക് യു, വളരെയധികം നന്ദി.